ഡൽഹി ഹാർട്ട് ബീറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ സൂരജ് കുണ്ട് ഇൻ്റർനാഷണൽ ക്രാഫ്റ്റ് മേള തുടക്കം കുറിച്ചിരിക്കുന്നു. ഫെബ്രുവരി 7 തൊട്ട് ഫെബ്രുവരി 23 വരെ നടക്കുന്നു. സൂരജ് കുണ്ട് ഇൻ്റർനാഷണൽ ക്രാഫ്റ്റ് മേള എന്താണെന്നല്ലേ? 1987 ഹരിയാന സർക്കാർ ആദ്യമായി നടത്തിയ ഒരു സാംസ്കാരിക ഉത്സവമാണ് സൂരജ് കുണ്ട് മേള. ഫരീദാബാദിൽ വർഷം തോറും നടന്നു വരുന്ന ഒരു ഉത്സവം. ഡൽഹി NCRൻ്റെ ഭാഗമായ ഫരീദാബാദിൽ എല്ലാ വർഷവും ഫെബ്രുവരിയിൽ ഇത് നടന്നു വരുന്നു. കരകൗശല തൊഴിലാളികൾ, കുടിൽ വ്യവസായികൾ, നെയ്ത്തുകാർ അവരുടെ പുതിയ ഉൽപ്പന്നങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു പുതിയ അവസരമാണ് ഇവിടെ ഗവൺമെൻറ് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രാഫ്റ്റ് മേളയായ സൂരജ് കുണ്ട് ഇൻ്റർനാഷണൽ ക്രാഫ്റ്റ് മേള നമ്മുടെ രാജ്യത്താണ് നടക്കാറുള്ളത്. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ 120 രൂപ എന്ന ടിക്കറ്റ് ശനിയും ഞായറും 180 മാറുകയാണ്. നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ വരുന്നത് തുഗ്ലക്കാബാദ്, സരായ്, ഫരീദാബാദ്. ഇവിടങ്ങളിൽ നിന്ന് 30 രൂപയ്ക്ക് ഷെയറിംഗ് ഓട്ടോയും ലഭ്യമാണ്. മ്യാൻമർ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലാൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായ കരകൗശല വസ്തുക്കളും നമുക്കിവിടെ കാണാൻ കഴിയും. കേരളം ഒഴിച്ച് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഈ മേളയുടെ ഭാഗമായി തീർന്നിട്ടുണ്ട്. പ്രവേശന കവാടത്തിൽ വളരെ ആകർഷണത്തോടുകൂടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു ആനയും അതിൻ്റെ മുകളിലിരിക്കുന്ന കൃഷ്ണനും വരച്ചു വെച്ചിരിക്കുന്ന ഗോപികമാരുടെയും ചിത്രങ്ങളാണ്. എല്ലാ ദിവസവും ഈവനിങ്ങിൽ 7 മണിക്ക് നടക്കുന്ന കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ഈ ഫ്ലെക്സിൽ കൊടുത്തിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ അത്ര പോപ്പുലർ അല്ലാത്ത ഫ്രൂട്ട് റോളർ ഐസ്ക്രീം ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. കേരളത്തിൽ പണ്ട് 80s 90s കിഡൊക്കെ കുട്ടിക്കുറ പോൺസ് പൗഡർ ടീണുകൾ തല്ലിപ്പൊട്ടിച്ച് ലോറിയും ബസ്സും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാലത്തെ അനുസ്മരിപ്പിക്കുന്ന ടൈപ്പിലുള്ള ഒരു രാജസ്ഥാൻ ഷോപ്പാണിത്. ലക്പട്ട ദീദി വാല ഷോപ്പ്. നമ്മുടെ നാടുകളിൽ മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന മൺപാത്രങ്ങളുടെ മഹനീയ ശേഖരം ഇവിടെ രാജസ്ഥാൻ സ്റ്റോളുകളിൽ കാണാൻ കഴിയും. ഡ്യൂറബിലിറ്റിയുള്ള ഇൻഡാലിയോ അലൂമിനിയം നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ കടന്നുവരവോടുകൂടി നമ്മളുടെ അടുക്കളയിൽ നിന്നും അപ്രത്യക്ഷമായ ചട്ടിയും കലവും, തട്ടിയാ മുട്ടിയാ പൊട്ടിപ്പോകുന്ന ചട്ടിയും കലങ്ങളും രുചിക്കു മുമ്പെന്നുള്ള രീതിയിലാണ് ഇരിപ്പ്. ഒരുപാട് വലിയ ഏരിയ ആണ്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പ്രോഗ്രാമുകളും നടക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇവിടെ എല്ലാം എന്തേ നമ്മുടെ കച്ചിയൊക്കെ വെച്ചിട്ട് ഹട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് റീജിയന്റെ എൻട്രി ആണിത്. നോർത്ത് ഈസ്റ്റ് റീജിയനിൽ ഫുൾ ബാമ്പു വെച്ചിട്ട് അവർ കരകൗശല വസ്തുക്കൾ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഹട്ടുകൾ, അതായത് ഇതിനകത്തുള്ള ഷോപ്പുകളിൽ നമുക്ക് കിട്ടുന്നത് ഫുൾ ബാമ്പുവിൻ്റെ കരകൗശല വസ്തുക്കളാണ്. എവിടെ തിരിഞ്ഞാലും നോർത്ത് ഈസ്റ്റ് സൈഡിലത്തെ. ഇത് ആസാമിൻ്റെ ആണ്. അതേപോലെ എല്ലാ ഹട്ടുകൾ വെച്ചിട്ട് അവർ വളരെ മനോഹരമായിട്ടാണ് ഇവിടുത്തെ ഷോപ്പുകളെല്ലാം ഉണ്ടാക്കി വെച്ചത്. അത്ര മനോഹരമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ വിലയും അതേപോലെ തന്നെ ഉണ്ടാവും. ഇത് കണ്ടോ, ഇതൊരു ബോട്ടിലിന്റെ ഷേപ്പില് ബാമ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഷോക്കേസ് ആണ്. ഒരു സൈഡ് ഓപ്പൺ ആണ്. ഒരുപാട് ബാഗുകൾ, ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ബാഗ്സ് ആണ്. ഇവിടെ ഇത് തന്നെ ചട്ടിയും കലങ്ങളും ഒരുപാട് സാധനങ്ങളുണ്ട്. കരകൗശല വസ്തുക്കളൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട്. കിളിക്കൂടൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഒരുപാട് കിളിക്കൂടുകളുണ്ട്. കിളിയൊന്നും വന്നിരിക്കേണ്ട, ഈ കിളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. മിസോറാമിൻ്റെ സ്പെഷ്യൽ ചില്ലി, അതേപോലെ നാഗാലാൻഡിൻ്റെ കോഫി. ഉയരങ്ങൾ കൂടുന്തോറും ചായക്ക് കടുപ്പം കൂടുമെന്നാണല്ലോ. അങ്ങനെ നോർത്ത് ഈസ്റ്റിൻ്റെ ഒട്ടുമിക്ക സ്പെഷ്യൽ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഈ അരുണാചൽ പ്രദേശിൻ്റെ ആണ്. മേഘാലയ, നമ്മുടെ നാട്ടിൽ കാണുന്ന മുറമാണിത്. കുഞ്ഞു മുറങ്ങള്, വലിയ മുറങ്ങള്. ഇത് ഗോവൻ പവലിയനാണ്. ഗോവൻ പവലിയനിൽ നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്നത് ചിരട്ടകൾ കൊണ്ടുള്ള വിസ്മയമാണ്. ഒരുപാട് കരകൗശല വസ്തുക്കൾ ചിരട്ടകൾ കൊണ്ട് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് കളിമൺ ശില്പങ്ങൾ, കുഞ്ഞു കുഞ്ഞു ശില്പങ്ങൾ കാണാൻ കഴിയും. പിന്നെ കടലിൽ നിന്ന് കിട്ടുന്ന ശംഖുകൾ കൊണ്ട് ഒരു അലങ്കാര വസ്തുക്കൾ ഒരുപാട് അവരുണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. വർണ്ണവിസ്മയങ്ങൾ തീർത്തിരിക്കുന്ന കുടകളും ലൈറ്റുകളും എല്ലാം ഈ രാത്രി അതിമനോഹരമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ. ഈ മേളയിൽ നമുക്ക് ഒഡീഷയുടെ ഒരു നിറ സാന്നിധ്യം തന്നെ കാണാൻ കഴിയും. ഇത് കയർ പ്രൊഡക്ട്സ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന അലങ്കാര വസ്തുക്കളാണ്. നമ്മുടെ വീടുകളിൽ വെക്കാൻ പറ്റുന്ന ഒരുപാട് അടിപൊളി ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ആണ്.
വളരെ വിഷമത്തോടു കൂടിയാണ് ഇതെല്ലാം കണ്ട് ഞാൻ മടങ്ങുന്നത്. വേറൊന്നും കണ്ടല്ല. കയറിൻ്റെ നാട്ടിൽ നിന്നെത്തി, ആലപ്പുഴയിൽ നിന്നെത്തി എനിക്കിവിടുന്ന് നമ്മുടെ കരകൗശല വസ്തുക്കളും കയർ പ്രൊഡക്ട്സുകളും ഖാദി ബോർഡിൻ്റെയും ഒരു സ്റ്റോളുകളും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതേപോലെ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ സ്റ്റേറ്റുകളുടെയും നിറ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമ്പോൾ കേരളത്തിൻ്റെ ഒരു സ്റ്റോൾ പോലും ഇല്ലെന്ന് പറയുന്നത് വളരെ ലജ്ജാവഹമാണ്. ഒഡീഷയിലെ പുരി ജഗന്നാഥ ടെമ്പിളും കൊണാർക്കും എല്ലാം അതിമനോഹരമായി റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ പവലിയനകത്ത്. ആഘോഷങ്ങളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. സീ യു നെക്സ്റ്റ് വീഡിയോ. സൈനിങ് ഓഫ് ലീനു. ബൈ ബൈ.